ഹായ്. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞു വെച്ച കുറച്ച് കാര്യങ്ങളുടെ തുടർച്ചയായിട്ട് നമ്മുടെ ഹാഷ്യം എന്ന് പറയുന്ന സുന്ദരമായ മുഖത്തിൻ്റെ ഉടമയായ വ്യക്തിയുടെ കുറച്ച് വീരകഥകളെ പറ്റി പറയും. അതായത് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാകും ഫാഷൻ ഗോൾഡ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട്. ഈ ഫാഷൻ ഗോൾഡുമായി തട്ടിപ്പ് ബന്ധപ്പെട്ട മുൻ MLA MC കമറുദ്ദീൻ എന്ന് പറയുന്ന വ്യക്തിയെ സഹായിക്കാനും ജാമ്യത്തിലെടുക്കാനും പെടാപ്പാട് പെടുകയും ആരൊക്കെ കൂടണോ വേണ്ടത് ഞാൻ തീരുമാനിക്കുന്നത്. ചിലപ്പോൾ ഞാൻ അങ്ങനത്തെ ആളൊക്കെ കൂടും, ചിലപ്പോൾ ഞങ്ങൾക്ക് കൂടണ്ടാതെ വരും, അതെല്ലാം ഉണ്ടാവും. അത് എൻ്റെ തീരുമാനമല്ലേ, ഞാൻ അതിനനുസരിച്ചിട്ട് മുമ്പോട്ട് പോകും. അതൊന്നും ഇപ്പോൾ നിങ്ങൾ പറയേണ്ടിയില്ല. ഇപ്പോൾ പിന്നെ കമർച്ച പ്രശ്നത്തിൽ കമർച്ചാൻ്റെ ഒക്കെ ഞാൻ തന്നെ ഉണ്ടായിന്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ജാമ്യം കിട്ടിയിട്ട് വരുമ്പോൾ കൂടെ തന്നെ ഉണ്ടായിന്. ആ കേസിന് മൊത്തത്തിൽ ജാമ്യം നിന്നതൊക്കെ ഞാനും ബാക്കിയുള്ള ആളുകളാണ്. അപ്പോൾ ഓടുകയും ചെയ്ത ഒരു മനുഷ്യനാണ് ആര്? ഹാഷിം മമ്പ്രാണി എന്ന് പറയുന്ന ഒരു മാന്യൻ. എനിക്ക് പറയണത് പാവപ്പെട്ടവരുടെ പണം പറ്റിച്ച ആ ഒരു വിഷയത്തിൽ MLAക്ക് ജാമ്യം എടുക്കുന്നതിന് വേണ്ടിയിട്ടും മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടന്ന ഈ വ്യക്തി ഇന്നിപ്പോൾ ഒരു സ്വർണ്ണക്കടയുടെ PRO ആണ്. നിങ്ങളുടെ നാട്ടിലുള്ളതാണ് മെട്രോ ഗോൾഡ് എന്നറിയപ്പെടുന്നത്. അതിനെ പേര് എന്തോ കുടുംബ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ ഞാൻ അറിയാൻ കഴിഞ്ഞു. ഇപ്പോൾ PRO ആണ്, വിദ്യാഭ്യാസം ഒന്നും ഇല്ലെങ്കിലും PRO ഒരു പേരുണ്ടല്ലോ, PRO, അത് ധാരാളമാണ്. അപ്പോൾ നിക്ഷേപകരായിട്ട് ഒരുപാട് പേരുണ്ട്. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അടുത്ത ഒരു ഫാഷൻ ഗോൾഡ് ആയിട്ട് അത് മാറരുത്. കാരണം പണം പറ്റിച്ചവർ ഗൾഫിലോട്ടും കാര്യങ്ങളൊക്കെ മുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അതിനെപ്പറ്റി കിട്ടാൻ സാധ്യതയില്ല. പക്ഷേ നാട്ടിൽ പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് ജാമ്യം എടുത്ത് കൊടുക്കാൻ നമ്മുടെ ഹാഷിമിനെ പോലെയുള്ള ഒരുപാട് പകൽമാന്യന്മാർ ഓടി നടക്കുന്നതുകൊണ്ട് അവർക്ക് ജാമ്യം കിട്ടും. പെട്ടുപോലാരാ? പാവപ്പെട്ട കാസർഗോഡുള്ള ജനങ്ങളാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ബാങ്കുകൾക്കല്ലാതെ നിക്ഷേപം സ്വീകരിക്കാൻ സാധിക്കാത്ത ഈ കാലത്ത് സ്വർണ്ണക്കടകൾ എന്ന് വൻതോതിൽ നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. അതവർ വല്ല ഇൻവെസ്റ്റ്മെന്റ്, വല്ല ഭൂമി വാങ്ങാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇടും. അവസാനം അത് പൊളിഞ്ഞു കഴിഞ്ഞാൽ ജ്വല്ലറി പൊളിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള കാര്യങ്ങൾ പൊളിയും. പിന്നെ നിങ്ങൾക്ക് ഈ പ്രതികളെ പിടിക്കാൻ ഒരിക്കലും പറ്റില്ല. കാരണം ഇതിന്റെ ശരിക്കുള്ള പ്രതികൾ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഓണർ എന്ന് പറയുന്ന വ്യക്തികൾ എവിടെയായിരിക്കും? ഗൾഫിലായിരിക്കും. നാട്ടിലുള്ള ഇവരുടെ അടുത്ത് നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് പറ്റൂല. അപ്പൊ നിങ്ങൾ പറ്റിക്കപ്പെടാതിരിക്കുക, സൂക്ഷിക്കുക എന്നുള്ള കാര്യങ്ങളാണ്. പാപി ചെല്ലുന്നിടം പാതാളം എന്നറിയപ്പെടുന്ന പോലെ നമ്മുടെ ആഷിമ ചെല്ലുന്നിടത്തൊക്കെ പ്രശ്നങ്ങൾ. ആഷിമ കയറിയതിന്റെ ശേഷമാണ് ഉപ്പള ബ്രാഞ്ചിൽ ഒരു പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി 100 പവനോളം അപഹരിക്കപ്പെട്ടതിന് ശേഷം 3 പ്രതികൾ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ 2ാം പ്രതിയുടെ മൊഴിയുടെ പ്രകാരം ഉപ്പള ജ്വല്ലറിയിൽ നിന്നും ഉപ്പള മെട്രോയിൽ നിന്നും അതിൽ കുറച്ച് കാര്യങ്ങൾ എടുക്കുകയും മറ്റുള്ള കാര്യങ്ങളും ചെയ്തു. അതിനുശേഷം നമ്മുടെ ജിന്നുമ്മ, അതായത് നിങ്ങൾക്ക് അറിയാലോ, ജിന്നുമാരുടെ കഥ അറിയാലോ, അവിടുന്നും ഇതുണ്ടായത്. അതൊക്കെ പാപി ചെല്ലുന്നിടം പാതാള. ഹാഷിമുള്ള സ്ഥലത്തൊക്കെ ഗുണ്ടായിസമുണ്ട്, ആക്രമണമുണ്ട്, ഉടായ്പകളുമുണ്ട്. അപ്പൊ സൂക്ഷിക്കുക, എനിക്ക് നിങ്ങളോട് അത്രേ പറയാനുള്ളൂ. പിന്നെ ഇതിനും കൂടുതലായിട്ടുള്ള വ്യക്തമായ വീഡിയോയുമായിട്ട് ഞാൻ വരും, തീർച്ചയായിട്ടും ഞാൻ വരും. കാരണം കുറച്ച് അസൗകര്യങ്ങളൊക്കെ ഉണ്ട്, എനിക്ക് സുഖല്ലായും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്തായാലും നമ്മൾ അതൊന്നും തടസ്സമല്ല. നമ്മൾ ഹാഷിം എന്ന് പറയുന്ന വ്യക്തിയെ പറിച്ച് തുറന്നു കാട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുറന്നു കാട്ടും, അതിൽ യാതൊരു വിധവുമില്ല. അടുത്തൊരു ഫാഷൻ ഗോൾഡ് ആയിട്ട് ഈ സ്ഥാപനവും മാറാതിരിക്കണമെങ്കിൽ സൂക്ഷിക്കുക, ജനങ്ങളും സൂക്ഷിക്കുക, ഓണർമാരും സൂക്ഷിക്കുക. കാരണം ഓണർമാർ നമ്മളറിയില്ല, എന്താ സംഭവം എന്ന് അറിയില്ല, ആരാണ് ഓണർ എന്നുള്ള ഉറപ്പൊന്നുമില്ല. എന്നാലും എന്തായാലും അതൊക്കെ നിങ്ങളുടെ വിഷയം. അപ്പം നിങ്ങൾ സൂക്ഷിക്കുക, ആരാണ് കസേരയിട്ട് ഇരുത്തിയിട്ടുള്ളത് എന്നുള്ളത് സൂക്ഷിക്കുക. ജനങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം പ്രവർത്തിക്കുക. ഓക്കെ, എനിക്ക് അത്രേ പറയാനുള്ളൂ. കാരണം നിങ്ങളുടെ പണം പോയതിനു ശേഷം സമരം ചെയ്തിട്ടോ കൊടി കുത്തിയിട്ടോ കാര്യം, ഇതുപോലെ എത്ര സമരങ്ങൾ നടന്നു കാസർഗോഡ് ജില്ല. ഇതുപോലത്തെ എത്ര സമരങ്ങൾ കണ്ടു? എന്തെങ്കിലും കിട്ടിയോ? കിട്ടാൻ വഴിയുമില്ല. കാരണം ഉന്നതർ പിടിപാടുകളും നിയമങ്ങളും പോലീസുകാരും എല്ലാം അവരുടെ കയ്യിലായിരിക്കും. നിങ്ങളെന്നും കരഞ്ഞുകൊണ്ടും പ്ലക്കാർഡ് പിടിച്ചുകൊണ്ടും ജ്വല്ലറിക്ക് മുന്നിലും അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലത്തും നിങ്ങൾക്ക് നിൽക്കേണ്ടി വരും. സൂക്ഷിക്കുക, സ്വന്തം അധ്വാനിച്ച പണം മറ്റുള്ളവർക്ക് തിന്നാൻ കൊടുക്കേണ്ട ഒരു ഗതികേട് നിങ്ങൾക്ക് വരുത്താതിരിക്കുക. അതുപോലെ നിങ്ങൾ സൂക്ഷിക്കുക, നിങ്ങളുടെ പണം ഭദ്രമായിട്ട് വല്ല ബാങ്കുകളിലോ മറ്റുള്ള കാര്യങ്ങളിലോ കൊണ്ടുപോയി ഇടുക എന്നുള്ളതാണ് കാരണം അത് മാത്രമേ നിങ്ങൾക്ക് ഒരു ഗ്യാരണ്ടി ആയിട്ട് പറയാൻ പറ്റുള്ളൂ. കാരണം മറ്റൊരു സ്ഥാപനം പ്രൈവറ്റ് ആണ്, അത് മുങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയും പോയിട്ട് പരാതിപ്പെടാൻ പറ്റില്ല. അയ്യോ എൻ്റെ ആശയം എൻ്റെ പണം കൊണ്ടുപോയേ, അല്ലെങ്കിൽ ഇവരെ എൻ്റെ പണം കൊണ്ടുപോയേ എന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റൂല. പത്രത്തിലൊരു 4-5 ദിവസം വാർത്ത വരും, അതോടുകൂടി അത് അവസാനിച്ചു, നിങ്ങൾക്കുള്ളത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് തന്നെ ആയിരിക്കും. എനിക്കത്രേ പറയാനുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പല കാര്യങ്ങളും വരാനുണ്ട്. ഇനിയും ആഷിമിനെ പറ്റി പല കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ആഷിമിക്ക എന്തായാലും തുറന്നു കാട്ടുന്ന ഈ വീഡിയോയുമായിട്ട് ഇനിയും ഞാൻ നിനക്ക് മുന്നിൽ വരും. ഓക്കെ, അപ്പോൾ ശരി, അപ്പടാ.